നമസ്കാരം. ചൊവ്വ ഗ്രഹം എക്കാലത്തും ഭൂമിയിലെ മനുഷ്യരെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഇവിടെ ഒരു കാലത്ത് ഭൂമിയിലെ പോലെ തന്നെ വലിയൊരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ചില ഗവേഷകർ വാദിക്കുന്നത്. അവിടെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുണ്ടായ ആണവ ആക്രമണത്തിൽ ചൊവ്വഗ്രഹമാകെ തകർന്നു തരിപ്പണമായി എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയിലെ പ്രശസ്തമായ ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു സംഘം വിദഗ്ധന്മാരാണ് ഇപ്പോൾ ഈ ഒരു പുതിയ വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഏതെങ്കിലും ഒരു സയൻസ് ഫിക്ഷൻ നോവലിൻ്റെ ഇതിവൃത്തമാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. കൃത്യമായും ഇത് സംബന്ധിച്ച തെളിവുകളും മറ്റും തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ഈ ഗവേഷകർ അവകാശപ്പെടുന്നത്. ഡോക്ടർ ജോൺ ബ്രാൻഡൻബർഗ് എന്ന ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകനാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അന്യഗ്രഹത്തിൽ നിന്നുണ്ടായ ആക്രമണത്തിൽ ചൊവ്വഗ്രഹത്തിന് വൻതോതിലുള്ള നാശനഷ്ടമുണ്ടായി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇവിടെ താമസിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 മനുഷ്യ കുലങ്ങൾ പൂർണ്ണമായും ഇതോടെ തുടച്ചു നീക്കപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു. സെഡോണിയക്കാരും ഉട്ടോപ്യക്കാരുമാണ് ഇത്തരത്തിൽ ചൊവ്വയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടത് എന്നാണ് ഗവേഷകൻ പറയുന്നത്. ആണവ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം ആയിട്ടാണ് ഇപ്പോഴും ചൊവ്വയിലെ പ്രദേശങ്ങൾ മുഴുവൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് എന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ഈ അവകാശവാദത്തെ തള്ളിക്കളയുകയാണ്. അവർ പറയുന്നത് ചൊവ്വഗ്രഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആണവാക്രമണം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ്. നിലവിലെ തെളിവുകൾ അനുസരിച്ചും അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. സാധാരണ ആണവായുധങ്ങൾ ഒരു സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ഗർത്തങ്ങൾ രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ചൊവ്വയിലാകട്ടെ അത്തരത്തിലുള്ള യാതൊരു ലക്ഷണം പോലും അത് കാണിക്കുന്നില്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. മാത്രവുമല്ല, അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ച ലേഖനങ്ങളൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടത് വളരെ നിലവാരം കുറഞ്ഞ സയൻസ് ജേണലുകളിലാണ് എന്നാണ് അവർ പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും നിലവാരമുള്ള ഒരു സയൻസ് ജേണലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നത് എങ്കിൽ തങ്ങൾക്ക് ഇത് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ഇതൊരു കാരണവശാലും തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ബ്രാൻഡൻബർഗും അനുയായികളും ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചൊവ്വയിൽ കാണപ്പെടുന്ന ചില രാസമൂലകങ്ങൾ ഭൂമിയിൽ ആണവ ആയുധ ആക്രമണം നടന്ന സ്ഥലങ്ങൾ കാണപ്പെടുന്നതിന് സമാനമായിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 സ്ഥലങ്ങളിലും ഈ രാസമൂലകങ്ങൾ ഒന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയിലൊരു ആണവ ആയുധ ആക്രമണം നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് തന്നെയാണ് ബ്രാൻഡൻബർഗും അനുയായികളും ഇപ്പോഴും വാദിക്കുന്നത്. മാത്രമല്ല, ഈയിടെ ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ഒരു വലിയ വിഭാഗം ഗവേഷകർ ബ്രാൻഡൻബർഗും സംഘവും നടത്തുന്ന ഗവേഷണം ശരിയായ ദിശയിലാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഡോക്ടർ ബ്രാൻഡൻബർഗിൻ്റെ ഗവേഷണം ചൊവ്വയുടെ അന്തരീക്ഷത്തിലെ സൈനോൺ 129 വാതകത്തെ അടിസ്ഥാനമാക്കിയാണ്. സൈനോൺ 129 എന്നത് സ്ഥിരതയുള്ളതും റേഡിയോ ആക്റ്റീവ് അല്ലാത്തതുമായ ഒരു വാതകമാണ്. ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചെറിയ അളവിൽ കാണപ്പെടുന്ന നിറമില്ലാത്തതും മണമില്ലാത്തതും രുചിയില്ലാത്തതുമായ വാതകമായ സൈനോൺ എന്ന മൂലകത്തിൻ്റെ സ്വാഭാവിക രൂപങ്ങളിൽ ഒന്നാണ്. ചൊവ്വയിലെ സൈഡോണിയ മേഖലയിൽ ഈ ഇത്തരത്തിലുള്ള വാതകം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. അപ്പോൾ ഇതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഭൂമിയിലും ചൊവ്വയിലുമൊക്കെ തന്നെ ഒരേ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നും ഒരേപോലെയുള്ള നാഗരികതകൾ 2 സ്ഥലങ്ങളിൽ നിലനിന്നിരുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയുടെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ ഗവേഷണ ഫലങ്ങളിലൊന്നും തന്നെ ചൊവ്വയിൽ ഇത്തരത്തിലുള്ള ഒരു നാഗരികത നിലവിലുള്ളതായി ഒരിക്കലും വെളിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആധികാരികതയെ ഇപ്പോഴും പലരും ചോദ്യം ചെയ്യുകയാണ്. ഇത് ഏതാണ്ട് സങ്കല്പ കഥ പോലെയാണ് ഡോക്ടർ ബ്രാൻഡൻബർഗും സംഘവും കാര്യങ്ങൾ വിവരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇവർ അവിടെ കണ്ടതായി പറയപ്പെടുന്ന ദൃശ്യങ്ങൾ പലതും നമുക്ക് ഒരു ഇല്യൂഷൻ കൊണ്ട് ഉണ്ടായതായിരിക്കാം എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്.